എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോവയ്ക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കോവയ്ക്കായാണ്. ഇതിൻ്റെ കൂടെ ഒരു സവോള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക്, ഒരു വറ്റൽമുളക്, പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് കറിവേപ്പില. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അതിനാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരണം. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക് 4ആയി മുറിച്ചിട്ട് ഇടുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് സവോള. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഫ്രൈ ആയി വെന്ത് കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇനി നമുക്ക് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്നിച്ച് മിക്സ് ചെയ്യാം. നിങ്ങളിങ്ങനെയാണ് കറി വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ കോവയ്ക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുളകൊക്കെ ഇതിനകത്തൊന്ന് പുരണ്ട് കിട്ടണം. ഇപ്പോൾ ഈ ആവി അടിച്ചുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. കണ്ടോ, കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൽപ്പം പച്ച കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കറി വെന്തതിന് ശേഷം പച്ചക്കറിവേപ്പില ചേർത്ത് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വിളമ്പുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അതെൻ്റെ വീഡിയോ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കുവാൻ എന്നെ സഹായിക്കും. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.